ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് നൈക്ക. FSN ഇ-കൊമേഴ്സ് വെഞ്ചർ ലിമിറ്റഡ് അല്ലെങ്കിൽ നൈക്ക എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 7.87% ഉയർന്ന് 226 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 229, 52 വീക്ക് ലോ 131. FSN ഇ-കൊമേഴ്സ് വെഞ്ചർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കമ്പനിയുടെ പ്രീ IPO ഇൻവെസ്റ്ററായ ഹരീന്ദ്ര പാൽ സിംഗ് 1.4% സ്റ്റേക്കുകൾ അല്ലെങ്കിൽ 809 കോടി രൂപയുടെ ഷെയറുകൾ കഴിഞ്ഞ ദിവസം 198 രൂപ പെർ ഷെയർ എന്ന പ്രൈസിൽ ഓഫ്ലോഡ് ചെയ്തിരുന്നു. ഇവിടെ പ്രീ IPO ഇൻവെസ്റ്റർ ഷെയർ ഓഫ്ലോഡ് ചെയ്തിട്ടും കഴിഞ്ഞ ദിവസത്തെ നൈക്കയുടെ ട്രേഡിംഗ് വോളിയം പരിശോധിച്ചാൽ ട്രേഡിംഗ് വോളിയം 30 ദിവസത്തെ ആവറേജ് ട്രേഡിംഗ് വോളിയത്തേക്കാൾ 3 മടങ്ങ് ഉയരത്തിലായിരുന്നു. ബിസിനസ്മാനായ ഹരീന്ദ്ര പാൽ സിംഗിന് നൈക്കയിൽ മുമ്പ് 6.4% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 1.4%-ഓളം സ്റ്റേക്ക് ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 5%-ലേക്ക് കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡീസൻറ്റ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് നൈക്ക. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 56% റിട്ടേണും 6 മാസം കൊണ്ട് 40% റിട്ടേണും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം 18% റിട്ടേണും നൽകി. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻ കൊണ്ട് സ്റ്റോക്ക് 12%-ഓളം റിട്ടേണാണ് നൽകിയത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ മികച്ച പെർഫോമൻസ് ഇതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 182% വർദ്ധിച്ച് 13.64 കോടിയായി മാറുകയും റവന്യൂ 23% വർദ്ധിച്ച് 1746 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. കമ്പനിക്ക് B2B സെഗ്മെൻറ്റിലും B2C സെഗ്മെൻറ്റിലും പ്രസൻസ് ഉണ്ട്. ഈ രണ്ട് സെഗ്മെൻറ്റിലും മികച്ച വളർച്ചാ സാധ്യതയുള്ള നൈക്കയെ എലാറ ക്യാപിറ്റൽ ബൈ എന്ന റേറ്റിംഗും 210 രൂപയുടെ ടാർഗറ്റും നൽകിയിരുന്നു. 210 എന്ന ടാർഗറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഇനി കമ്പനിയുടെ ഗ്രോസ് മർച്ചൻഡൈസ് വാല്യൂ 25%-ഓളം വളർന്നു കഴിഞ്ഞു. ബ്യൂട്ടി ആൻഡ് ഫാഷൻ സെഗ്മെൻറ്റിൽ 28%-ഓളം വളർച്ചയാണ് കമ്പനി നേടിയത്. അതുപോലെ തന്നെ ന്യൂ കസ്റ്റമർ അഡിഷൻ ഇയർ ഓൺ ഇയറിൽ 27% ഉയരുകയും ടോട്ടൽ ഓർഡർ 26% വർദ്ധിക്കുകയും ആവറേജ് ബാസ്ക്കറ്റ് സൈസിൽ 11%-ഓളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. കൂടാതെ ഓൺലൈൻ സ്റ്റോറുകളുടെ എണ്ണം 56%-ആയി ഉയരുകയും ഓഫ്ലൈൻ സ്റ്റോറുകളിൽ 21%-ഓളം വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. റീസെൻ്റ്ലി ബ്യൂട്ടി ആൻഡ് ഫാഷൻ സെഗ്മെൻറ്റിലെ മറ്റൊരു കമ്പനിയായ ഡോട്ട് ആൻഡ് കീ എന്ന കമ്പനിയുടെ 39%-ഓളം സ്റ്റേക്കുകൾ 25 കോടി രൂപയ്ക്ക് നൈക്ക എന്ന കമ്പനി അക്വയർ ചെയ്ത് ഡോട്ട് ആൻഡ് കീയുടെ 90%-ഓളം സ്റ്റേക്ക് ഹോൾഡിംഗും നൈക്ക സ്വന്തമാക്കിയിരുന്നു. നൈക്ക എന്ന കമ്പനി ഫ്രാഗ്രൻസ് സെഗ്മെൻറ്റിലും അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിച്ചു വരികയാണ്. 2024 13%-ഓളം റവന്യൂ ആയിരുന്നു ഫ്രാഗ്രൻസ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി നേടിയത്. അത് 2025 19% ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കൂടാതെ വെയർഹൗസുകളുടെ എണ്ണം 18-ൽ നിന്നും 44-ലേക്ക് ഉയരുകയും കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2.5 മടങ്ങായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ക്വാർട്ടർലി റിസൾട്ടിൽ കാണാൻ സാധിച്ചു. കൂടാതെ സ്റ്റോക്കിൻ്റെ പ്രൈസിലും റിഫ്ലക്റ്റഡ് ആണ്. 200 എന്ന ലെവൽ സ്റ്റോക്ക് റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്യുകയും 224-അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നൈക്ക എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 198 രൂപയുടെ സ്റ്റോപ്പ് ലോസ് റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം നടന്ന ബ്ലോക്ക് ഡീലിൻ്റെ പ്രൈസായ 198 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 240, 260 പോലുള്ള ടാർഗറ്റുകൾ നൈക്ക എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. മീഡിയം ടൈം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്ക് ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും സ്റ്റോക്ക് 250, 260 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് ഇൻഡെക്സ് റീജിഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. വോഡാഫോൺ ഐഡിയ നിഫ്റ്റി 500 എന്ന ഇൻഡിസസിൽ നിന്നും മാറി നിഫ്റ്റി മിഡ് ക്യാപ്പ് 100-ലേക്ക് എത്തുകയാണ്. വോഡാഫോൺ ഐഡിയ കൂടാതെ വൈഭവ് ഗ്ലോബൽ, എയ്തർ ഇൻഡസ്ട്രീസ്, ആൾകാർഗോ ലോജിസ്റ്റിക്, അനുപം രസായൻ, ബോറോസിൽ റിന്യൂവബിൾ, CSB ബാങ്ക്, DCM ശ്രീരാം, JK പവർ, KRBL, MDAR ടെക്നോളജി, റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഏഷ്യ തുടങ്ങിയ കമ്പനികളും അല്ലെങ്കിൽ തുടങ്ങിയ സ്റ്റോക്കുകളും നിഫ്റ്റി 500 ഇൻഡെക്സിൽ നിന്നും മാറുന്നു. ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും നിഫ്റ്റി 50-ൽ സ്ഥാനം പിടിക്കുകയാണ്. ഇവിടെ ഡിവിസ് ലാബിനെയും LTAയും മൈൻഡ്രിയെയുമാണ് ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും മാറ്റി നിഫ്റ്റി 50-ലേക്ക് സ്ഥാനം പിടിക്കുന്നത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഡിവിസ് ലാബ്, JSW എനർജി, LTI മൈൻഡ്രി, മൈക്രോടെക് ഡെവലപ്പേഴ്സ്, NHPC, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൻ്റെ ഭാഗമാകുമ്പോൾ ബർജർ പെയിൻറ്റ് ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, കോൾഗേറ്റ് പാമോലീവ്, മാരിക്കോ, SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ്, SRF, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റി നെക്സ്റ്റ് 50-ൽ നിന്നും പുറത്താവുകയും ചെയ്യും.
ഇനി ബാങ്കിങ് സെക്ടറിലും അല്ലെങ്കിൽ ബാങ്ക് ഇൻഡെക്സിലും ചില മാറ്റം വരുന്നുണ്ട്. ബന്ധൻ ബാങ്കിനെ കാനറ ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ റീപ്ലേസ് ചെയ്യുകയാണ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഡോംസ് 7% ഉയർന്ന് 2594 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഡോംസും അതിന് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ഫ്ലാറ്റ് ഡിവിഡൻ്റാണ് നൽകുന്നത്. 52 വീക്കിലോ 1125. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 56%, പ്രോഫിറ്റ് ഗ്രോത്ത് 191%, ROE 24%. കമ്പനിയുടെ ROCE 30.7. ഡോംസ് പ്രധാനമായും സ്റ്റേഷനറി പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. 754 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 172 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഫേവറബിൾ ആണ്. പ്രൊമോട്ടേഴ്സിന് 74.95% സ്റ്റേക്ക് ഹോൾഡിംഗ്. റീസെൻ്റ്ലി FIS സ്റ്റേക്ക് ഹോൾഡിംഗ് 5.8 നിന്നും 6.5 ഉയർത്തി. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15ഉം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 3.38%. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ 2500 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് വന്ന സ്റ്റോക്ക് 2600-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2450 ഒരു പ്രധാന സപ്പോർട്ടാണ്. സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ 2450, 2500 തുടങ്ങിയ ലെവലുകളെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്റ്റോക്കിലെ ഫ്രഷ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാം. ഇവിടെ നിന്നും 2500-ൽ നിന്നും സ്റ്റോക്ക് 2700, 750 വരെ പോകാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.